ഹായ്, അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡ് 100-350 ആയിട്ട് നമ്മൾ വന്നേക്കുന്നത് ഏകദേശം ഒരു വർഷക്കാലത്തിന് ശേഷമാണ് നമ്മൾ ഇത് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വാഹനം ഏകദേശം 13,600 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 13,600 കിലോമീറ്റർ ഞാൻ തന്നെയല്ല ഓടിച്ചേക്കണേ. 12,000 കിലോമീറ്റർ ഒക്കെ ഓടിച്ചേക്കുന്നത് നമ്മുടെ ഫ്രണ്ടാണ്. ഒരു 1000 ചില്ലാനും കിലോമീറ്ററൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 1000 ചില്ലാനും ഞാൻ ഓടിച്ചതിൻ്റെയും പിന്നെ 12,000 കിലോമീറ്റർ നമ്മുടെ കൂട്ടുകാരൻ ഓടിച്ചതിൻ്റെയും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറച്ച് കംപ്ലൈൻറ്റുകൾ എനിക്ക് തോന്നിയ ആ ടൈമിൽ തോന്നിയ കാര്യങ്ങൾ, കംപ്ലൈൻറ്റുകളല്ല പോരായ്മകൾ എനിക്ക് ആ സമയത്ത് തോന്നിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചിലവർ ഇട്ടങ്ങനെ കമൻറ്റുകളായിരുന്നു ഞാൻ 110 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പം തൊട്ടപ്പുറത്തെ വണ്ടി ഓടിക്കുന്ന സൈഡിൽ അല്ലെങ്കിൽ ഏത് സൈഡിലാണോ നിൽക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അവിടെ നിൽക്കുന്ന പെമ്പിളേർക്കൊന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്നവരെ. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്തതെന്നൊക്കെയാണ് അവർ പറയേണ്ടായിരുന്നത്. അപ്പോൾ ആ കമൻറ്റ് ഞാൻ എടുത്ത് മൈൻഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ആ കമൻറ്റ് ഇട്ടേക്കണ ആരെങ്കിലും ഇട്ടേക്കണ വ്യക്തി കാണണമെങ്കിൽ ഒരിക്കലും ഞാൻ 110 കിലോമീറ്റർ സ്പീഡിൽ പോയതിൻ്റെ ഒരു വീഡിയോ അല്ലാട്ടോ ഞാൻ അത് ചെയ്തത്. ഞാൻ 110 കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്ത അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ആ ഒരു റിവ്യൂവിൽ ഞാൻ പറഞ്ഞേക്കണേ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ വണ്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വണ്ടി ആയിരിക്കില്ല ചിലപ്പോൾ ഇത്. ചിലപ്പം പലർക്കും പല ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആസ്പെക്ട്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഓരോ വാഹനങ്ങൾ അവർക്ക് സൂട്ടബിൾ ആവാം. അപ്പം നമ്മൾ ഓരോ വണ്ടികൾ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് ഫീൽ ചെയ്യണേ, നമുക്ക് എന്താണ് കണ്ടിട്ട് തോന്നണേ, ഈ കാര്യങ്ങൾ നമ്മൾ റിവ്യൂവിൽ പറയണേ. അപ്പോൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ കേസ്. അത് അന്നും പറയുന്നു, ഞാൻ ഇപ്പോഴും പറയുന്നു, സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. ഫ്രണ്ടിൽ നിന്ന് ആയിക്കോട്ടെ റിയർ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതെന്താ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോഗ്രാമാണ്. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഏകദേശം 65 കിലോഗ്രാമാണുള്ളൂ. 5 കിലോൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ആ ഒരു ആക്ഷൻ കുറച്ചുകൂടി കൂടും. അപ്പോൾ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് നമുക്കിത് കൊണ്ടടക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്രയും ഈ ഒരു വാഹനം ഓടിച്ചതിൻ്റെയും അതിൻ്റെ കൂട്ടാൻ ഓടിച്ചതിൻ്റെയും എനിക്ക് ആകെ കൂടി ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തേക്കുന്നത് ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഏരിയ മാത്രം. കാരണം നമുക്ക് അത്ര വെയിറ്റ് ഇല്ല, ഓരോരുത്തരുടെ ഡിഫറെൻറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം അനുഭവപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടയേഴ്സുകൾ, അതായത് സീറ്റിൻ്റെ ടയേഴ്സാണ് ഇതുമ്പോൾ വന്നേക്കണം. പക്ഷേ ഈ രണ്ട് ടയറുകളും ബാക്ക് സൈഡിലും അതുപോലെ ഫ്രണ്ട് സൈഡിലും നമ്മുടെ ടയറുകൾ ഒരു സൈഡ് മാത്രം തേഞ്ഞ് പോവുക അല്ലെങ്കിൽ ചെത്തി പോകുക പറഞ്ഞൊരു പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ തേഞ്ഞ് പോവുക. അപ്പോൾ സീറ്റിൻ്റെ ടയറാണ് ഇതിൻ്റെ കൂടെ ഓൾറെഡി വന്നായിരുന്നത്. അപ്പം ഈ ടയറിൻ്റെ ഫ്രണ്ടിലത്തെ ഈ റൈറ്റ് സൈഡും അതുപോലെ തന്നെ റിയർ സൈഡിലും ടയറിൻ്റെ റൈറ്റ് സൈഡും തേഞ്ഞ് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ തേഞ്ഞ് പോകൽ കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പം 12,000 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞപ്പം നമ്മുടെ റിയർ സൈഡിലെ ടയർ നമ്മൾ മാറ്റി. അതിന് ശേഷം ഇതിപ്പോൾ MRFൻ്റെ ടയറാണ് ഇട്ടേക്കണം. സീറ്റിൻ്റെ ടയറായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ MRFൻ്റെ ടയർ ആക്കിയിട്ടുണ്ട് 12,000 കിലോമീറ്ററിൽ. ഓക്കെ, ഈ ഫ്രണ്ടിലത്തെ ഇപ്പോൾ കിടക്കുന്ന സീറ്റ് എങ്ങനെ അപ്പോഴും ഇപ്പോഴും ആ ഒരു തേച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ കാരണം നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഷോറൂമിൽ കാണിച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഓയിൽ സീലിനോ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല, ടയറിൻ്റെ പ്രോബ്ലം ആണെന്നാണ് ഷോറൂംകാർ പറഞ്ഞേക്കണേ. അപ്പം ആ പ്രോബ്ലം ഫ്രണ്ടിലെ ടയർ തേയുന്നത് അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇപ്പം മാറ്റിയിട്ടില്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ തേയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണേ. പിന്നെ മൂന്നാമത് നമുക്ക് ഉണ്ടായിരിക്കണം ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം വണ്ടി കയറി നിന്ന് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് പോക്ക് മാത്രമല്ലല്ലോ, നമുക്കിങ്ങനെ തള്ളണ്ടി വന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം തിരിക്കേണ്ടിക്കും വരുമ്പോൾ നമുക്കൊരു കാര്യം പെട്ടെന്ന് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാലിൻ്റെ ഇതുണ്ടല്ലോ ഈ സൈഡ് ഇവിടെ പിടിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ മടക്കി വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഈ ഫുട് പെഗിൻ്റെ ഇവിടെ നമ്മുടെ കാല് തട്ടി നെഗരി വെക്കില്ല, നമ്മുടെ ഈ ഒരു ഏരിയ ഈ സാധനം ഇതൊക്കെയും നല്ല രീതിയിൽ പോയി കിട്ടും. ചിലപ്പോൾ വീഴാനും പോയിട്ടുണ്ട്, ഞാൻ തന്നെ വീഴാനും പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഇവിടെ ഇടുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാല് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വണ്ടി തള്ളാനായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാനും ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെയിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ചെയിൻ്റെ ഏരിയ നോക്കണമെങ്കിൽ നമുക്കൊരു സെമി കവേർഡ് ആയിട്ടുള്ളൊരു ചെയിൻ കവറാണ് നമുക്ക് വരണേ. അപ്പം നമ്മൾ ഇതിൽ ഈ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴക്കാലമായാലും ഏത് സമയത്താണെങ്കിലും നമ്മൾ ചെയിൻ ലൂബ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു ചെയിൻ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പിടിച്ച് അവിടെ ഇരുന്നോളും. അപ്പോൾ ചെയിൻ ലൂബ് പ്രോപ്പറായിട്ട് ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അലോയ് വീലിൻ്റെ അവിടെ നോക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ആ ഒരു ഗിയർ ഓയിലായാലും നമ്മൾ എന്തൊരു ലൂബ് കൊടുത്താലും അതൊക്കെ നമ്മുടെ ഈ ഒരു അലോയ് വീലിൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത് ഓവറായിട്ട് കൊടുത്താലേ വരുള്ളൂ. ചില സമയങ്ങളിൽ ഇങ്ങനെ നമ്മൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ കൊടുക്കാം. ചില സമയങ്ങളിൽ കുഴപ്പമുണ്ടാവില്ല, ചില സമയത്ത് നമുക്ക് ചെറിയ ഇതുമേ നോക്കണേ ഇപ്പോഴും നീക്കണ്ട. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു
അതിൻ്റെ ആ ഡേറ്റ്, ആ ഗ്രീസ് അല്ലെങ്കിൽ ആ ഗിയർ ഓയിലിൻ്റെ ആ സാധനങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവറായിട്ടൊന്നും ആരും ചെയിൻ ട്യൂബ് കൊടുക്കരുത്. അത് പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു ചെയിൻ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ മഴയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയണേ, നമ്മുടെ ഈ ഒരു 150 നമുക്ക് അനുഭവപ്പെടാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈലൻസർ ഉണ്ടല്ലോ. അപ്പോൾ ഈ സൈലൻസറിൻ്റെ ഹോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഹോള് കണ്ടില്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ മേലേക്ക് അപ്പായിട്ടിരിക്കുന്ന ഒരു സൈലൻസറാണ് നമുക്ക് ഇതുമ്പോൾ വരണേ. അപ്പോൾ മഴക്കാലത്തൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നല്ല രീതിയിൽ വെള്ളം വീണ് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലേക്ക് പോകും. അതുവഴി നമ്മുടെ വെള്ളം മുഴുവൻ വെള്ളം പോവാനായിട്ട് അവിടെ ഹോളുകൾ കാര്യങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഉള്ളിൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. എനിക്കത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ മഴ സ്ഥലത്ത് കൊണ്ടു വെക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു കവറിങ് പോലെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരമാവും. ഇത് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എല്ലാ സമയത്തും പോകണോടത്ത് മുഴുവൻ അതിനൊരു കവറിങ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കി കാണാം, വെള്ളം വീഴുന്നത് കണ്ട കറക്റ്റ് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഴുമ്പോൾ കണ്ട ഇപ്പോഴും വെള്ളം മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വീണുണ്ട്. അപ്പം അതിനുള്ളിൽ കൂടെ പോകും. ഇനിയിപ്പോൾ നമുക്ക് സസ്പെൻഷൻ ചിലവർക്ക് ഇതിന് തീരെ പറ്റണ്ടാവില്ല. അതായത് വണ്ടി വാങ്ങുകയും ചെയ്തു അതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് സസ്പെൻഷനും പറ്റണില്ല, വണ്ടി ഓടിക്കാനും പറ്റണില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെയും അതുപോലെ റിയർ സൈഡിലെയും ടയറിലെ എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനി പറഞ്ഞേക്കാളും 1-2 പോയിന്റ് കുറച്ചടിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ, ഈ സീറ്റ് സ്റ്റോക്ക് ആയിട്ട് വരുന്ന സീറ്റിനെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സീറ്റ് കവർ വാങ്ങിയിടാം. കുഷനോട് കൂടിയിട്ടുള്ള നല്ല ഫോമൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കുഷിൻ തരുന്ന സീറ്റ് കവർ വാങ്ങിയിടാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സർവീസിനും കാര്യങ്ങളൊക്കെയും പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സസ്പെൻഷനും അതുപോലെ റിയറിലെ സസ്പെൻഷനും ജസ്റ്റ് അവരെ കൊണ്ട് റീചെക്ക് ചെയ്യിക്കുക. അതിൻ്റെ ഓയിലിൻ്റെ ലെവലോ അല്ലെങ്കിൽ ഓയിൽ സീലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. റിയർ സൈഡിലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ തന്നെയല്ലേ കിടക്കണമെന്നും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതും ഉണ്ടാവുന്ന ഒരു മാക്സിമം വൈബ്രേഷനും അതുപോലെ തന്നെ ആ ഒരു സസ്പെൻഷൻ്റെ ഇത് നമുക്ക് കുറച്ചെടുക്കാനായിട്ട്, അതായത് സസ്പെൻഷൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഈ 13,600 ചില്ലാനും കിലോമീറ്റർ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഈ വാഹനത്തിൽ നിന്ന് വേറെ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആകെ കൂടി ഒരേ ഒരു കാര്യമുള്ളൂ, നമുക്ക് സസ്പെൻഷൻ്റെ ആ ഒരു ഏരിയ, അതായത് വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് സസ്പെൻഷനെ അടി കിട്ടുന്നത് കുറച്ച് കൂടും. വെയിറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെക്കാൻ ശ്രദ്ധിക്കാം. ഞാൻ ലാസ്റ്റായിട്ടൊരു കാര്യം കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇത്രയും കാലം ഓടിച്ചല്ലോ, 13,600 ചില്ലാനും കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഹനത്തിൻ്റെ ആ ഒരു എക്സോസ്റ്റ് ഒന്ന് കളിപ്പിച്ചു തരാം കേട്ടോ. അതായത് വേറെ നമുക്ക് ആ എക്സോസ്റ്റിൻ്റെ സൗണ്ടിലോ ഔട്ടിലോ ഒന്നും നമുക്ക് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആകെ കൂടി ഒരേ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പോരായ്മ, അത് വെയിറ്റ് ഇല്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്കാണ് അത് ഫീൽ ചെയ്യണേ. വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ആ ഒരു ഇതും പോരായ്മ ആയിട്ട് ഉണ്ടാവില്ല. കാരണം കറക്റ്റായിട്ട് നല്ല റൈഡിങ് കംഫർട്ടബിളൊക്കെ തരുന്ന നല്ലൊരു വാഹനം തന്നെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 100-350 എന്ന് പറയണേ. അപ്പം നിങ്ങൾ ഏതൊരു വാഹനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 5-6 കിലോമീറ്റർ ചുരുങ്ങിയത് നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളൊരു വാഹനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഒരു യൂട്യൂബ് റിവ്യൂ കൊണ്ട് 2 യൂട്യൂബ് റിവ്യൂ കൊണ്ട് അങ്ങനെ ചെന്നിട്ട് നിങ്ങൾ ഓടിച്ചെന്ന് വണ്ടി എടുക്കരുത്. നിങ്ങൾ മാക്സിമം ആ വാഹനം ഓടിച്ച് നോക്കി നിങ്ങളുടെ ഫിസിക്കൽ ആസ്പെക്ട്സിന് പറ്റിയ ഒരു വാഹനമാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1 ഇയറിലെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് മീ ഡാർവിൻ സൈനിങ് ഓഫ്.